വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രത്തിൻ്റെ 13ാമത്തെ ഭാഗത്തേക്കാണ് ഇന്ന് നാം പ്രവേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബാല്യകാലത്ത്, ചെറുപ്പകാലത്തുണ്ടായ ഒരു സംഭവമാണ് നാം ഇന്ന് വിശദീകരിക്കാൻ പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ പല അത്ഭുത സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ചില ചരിത്രകാരന്മാർ ഇത്തരത്തിലുള്ള അത്ഭുത സംഭവങ്ങളെ നിഷേധിക്കുന്നുണ്ട്. എന്നാൽ സ്വഹീഹായ ഹദീസുകളിൽ വന്ന സംഭവങ്ങളെ നാം തള്ളിപ്പറയേണ്ടതില്ല, നിഷേധിക്കേണ്ടതില്ല, അംഗീകരിക്കാൻ മടി കാണിക്കേണ്ടതുമില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അമാനുഷികനാക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പദവിക്ക് നിരക്കാത്ത രൂപത്തിൽ നബിയെ ഉയർത്തി ദൈവത്തോളം കൊണ്ടുചെന്നാക്കാനുമൊക്കെയുള്ള ശ്രമങ്ങൾ ചില ആളുകൾ നടത്താറുണ്ട്. അത്തരം ശ്രമങ്ങളെ നമ്മൾ കരുതിയിരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്താൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിന് തെളിവായിക്കൊണ്ട്, വെല്ലുവിളിയായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോ നബിയോ ഇത്തരത്തിലുള്ള ജീവിതത്തിൽ നടന്ന അത്ഭുതകരമായ, അസാധാരണമായ സംഭവങ്ങളൊന്നും പറയുകയോ പഠിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിൻ്റെ ഏറ്റവും വലിയ തെളിവ് പരിശുദ്ധ ഖുർആനാണ്. ഖുർആനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിൻ്റെ ഏറ്റവും വലിയ മുഅ്ജിസത്ത്. എന്ന് മാത്രമല്ല, സാന്ദർഭികമായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, നബിയെ അമാനുഷനാക്കാൻ, അസാധാരണവും അമാനുഷികവുമായ കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ നിന്നെ ഞങ്ങൾ പ്രവാചകനായി അംഗീകരിക്കുകയുള്ളൂ എന്ന് മുശ്രിക്കുകൾ പറഞ്ഞപ്പോൾ അതിന് നിഷേധാത്മകമായ മറുപടി പറയാനാണ് അള്ളാഹു നബിയോട് കൽപ്പിച്ചത്. നമുക്ക് ഉദാഹരണമായി സൂറത്തുൽ ഇസ്രായിലെ 90 മുതൽ 93 വരെയുള്ള ആയത്തുകൾ ഓതി നോക്കിയാൽ തന്നെ ഈ കാര്യങ്ങൾ വളരെ വ്യക്തമാകും. വഖാലു ലൻ നുഅ്മിന ലക ഹത്താ തഫ്ജുറ ലനാ മിനൽ അർളി യംബുഅ. അവർ പറഞ്ഞു, മുഹമ്മദേ, നീ ഞങ്ങൾക്ക് ഒരു ഉറവ പൊട്ടിച്ച് അതിലൂടെ അരുവിയൊഴുക്കി കാണിച്ചു തന്നാലല്ലാതെ ഞങ്ങൾ നിന്നെ വിശ്വസിക്കുകയില്ല. ഔ തകൂന ലക ജന്നത്തും മിൻ നഖീലിൻ വഇനബിൻ ഫതുഫജ്ജിറൽ അൻഹാറ ഖിലാലഹാ തഫ്ജീറ. അല്ലെങ്കിൽ നിനക്ക് ഈത്തപ്പനയുടെയും മുന്തിരിയുടെയും തോട്ടങ്ങളുണ്ടാവുകയും ആ തോട്ടങ്ങൾക്ക് നടുവിലൂടെ നീ അരുവികൾ, നദികൾ ഒഴുക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ ഞങ്ങൾ നിന്നെ വിശ്വസിക്കുകയുള്ളൂ. ഔ തുസ്ഖിത സമാഅ കമാ സഅംത അലൈനാ കിസഫൻ. അല്ലെങ്കിൽ നീ കുറേ കാലമായല്ലോ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന ആകാശത്ത് നിന്ന് ശിക്ഷ വരുമെന്ന്, ആകാശം ഞങ്ങളുടെ മേൽ ഇങ്ങനെ തകർന്നു വീഴട്ടെ. ഔ തഅ്തിയ ബില്ലാഹി വൽ മലായികത്തി ഖബീല. അല്ലെങ്കിൽ നിന്റെ കൂടെ അള്ളാഹുവും മലക്കുകളുമൊക്കെ ഞങ്ങളുടെ മുമ്പിൽ വന്ന് ഹാജരാകട്ടെ. ഔ യകൂന ലക ബൈത്തും മിൻ സുഖ്റുഫിൻ. അല്ലെങ്കിൽ നല്ല സ്വർണം കൊണ്ടുള്ള ഒരു കൊട്ടാരം നിനക്കുണ്ടാവട്ടെ. ഔ തർഖാ ഫിസ് സമാ. അല്ലെങ്കിൽ ഞങ്ങൾ കാണുകെ ഞങ്ങളുടെ കൺമുമ്പിൽ വെച്ച് നീ ആകാശത്തേക്ക് കയറിപ്പോ. എന്നിട്ട് വലൻ നുഅ്മിന ലിറുഖിയ്യിക ഹത്താ തുനസ്സില അലൈനാ കിതാബൻ നഖറഉ. നീ കയറിപ്പോയാൽ മാത്രം പോരാ, ഞങ്ങൾ കാണുക തന്നെ ഞങ്ങൾക്ക് വായിക്കാനുള്ള വേദഗ്രന്ഥം, ഞങ്ങൾക്ക് വായിക്കാനുള്ള ഗ്രന്ഥവുമായി നീ ഇറങ്ങി വരുന്നത് ഞങ്ങൾ കാണണം. ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിലല്ലാതെ നീ പ്രവാചകനാണ് എന്ന് പറയുന്നത് ഞങ്ങൾ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, എന്നാൽ പിന്നെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു അത്ഭുത പ്രവൃത്തി അങ്ങ് ചെയ്തേക്ക് എന്ന് പറയുകയല്ല ചെയ്തത്. നബിയിലൂടെ ഇത്തരത്തിലുള്ള എന്തെങ്കിലും അത്ഭുത പ്രവൃത്തികൾ ചെയ്ത് കാണിക്കുകയുമല്ല ചെയ്തത്. മറിച്ച് അള്ളാഹു പറഞ്ഞു, ഖുൽ, പറയുക, സുബ്ഹാന റബ്ബി,
എൻ്റെ നാഥൻ എത്ര പരിശുദ്ധൻ. ഹൽ കുന്തു ഇല്ലാ ബശറർ റസൂല, ഞാൻ മനുഷ്യനായ ഒരു പ്രവാചകൻ മാത്രമല്ലേ? നിങ്ങളീ പറയുന്ന അത്ഭുത കൃത്യങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ സാധ്യമല്ല എന്നവരോട് തീർത്തു പറഞ്ഞേക്കുക എന്നാണ് അള്ളാഹു ഇതിനു മറുപടിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ പല അസാധാരണമായ സംഭവങ്ങളും നടന്നിട്ടുണ്ടെങ്കിലും അതൊന്നും നബിയുടെ പ്രവാചകത്വത്തിന് തെളിവായിട്ടോ അവിടെ ഉണ്ടായിരുന്ന അവിശ്വാസികൾക്ക് മുമ്പിൽ വെല്ലുവിളിയായിട്ടോ സമർപ്പിച്ചതായിരുന്നില്ല. മൂസാ നബി അലൈഹിസ്സലാമക്ക് അള്ളാഹു കൊടുത്ത മുഅ്ജിസത്തായിരുന്നു തൻ്റെ വടി നിലത്തിടുമ്പോൾ പാമ്പാകുന്നത്. സ്വാലിഹ് നബിയുടെ ഒട്ടകം സ്വാലിഹ് നബിക്ക് അള്ളാഹു കൊടുത്ത മുഅ്ജിസത്തായിരുന്നു. ഈസാ നബിക്ക് മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിയുന്ന കഴിവ് അള്ളാഹു കൊടുത്തിട്ടുണ്ടായിരുന്നു. വെള്ളപ്പാണ്ടുകാരെ സുഖപ്പെടുത്താൻ കഴിയുന്ന മുഅ്ജിസത്ത് ഈസാ നബിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള പ്രവാചകന്മാർക്ക് പല അത്ഭുത കൃത്യങ്ങളും അവരുടെ പ്രവാചകത്വത്തിൻ്റെ തെളിവും അവിശ്വാസികൾക്ക് വെല്ലുവിളിയുമായിട്ട് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരിശുദ്ധ ഖുർആൻ അല്ലാതെ അവിശ്വാസികളെ നേർക്കുനേരെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള മറ്റൊരു അത്ഭുത കൃത്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് അള്ളാഹു ചെയ്തിട്ടില്ല എന്ന് നമ്മൾ സാന്ദർഭികമായി മനസ്സിലാക്കുക. ഇനി നമുക്ക് സംഭവത്തിലേക്ക് വരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബനൂ സഅദിൽ കളിച്ചുകൊണ്ടിരിക്കെ, അന്ന് നബിക്ക് 4 വയസ്സാണ് പ്രായം. ആ സന്ദർഭത്തിൽ 2 ശുഭ്ര വസ്ത്രധാരികളായ ആളുകൾ വരികയും ഈ 2 ആളുകളെ കാണുമ്പോൾ കുട്ടികൾ അവിടെ നബിയുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുന്ന മറ്റു കുട്ടികൾ പേടിച്ചോടുകയും, പക്ഷേ നബി പേടിക്കാതെ ഈ വരുന്ന ആളുകളെ അഭിമുഖീകരിക്കുകയും അവർ നബിയെ ബലമായി പിടിച്ച് മലർത്തി കിടത്തി നബിയുടെ നെഞ്ച് പിളർന്ന് ഹൃദയം പുറത്തെടുത്ത് കഴുകി വൃത്തിയാക്കി വീണ്ടും തിരിച്ച് നെഞ്ചിനകത്തേക്ക് തന്നെ വെച്ച് അത് തുന്നിക്കൂട്ടി എന്നുള്ള റിപ്പോർട്ടുകൾ കാണാം. എന്നാൽ മറ്റു ചില റിപ്പോർട്ടിൽ കാണുന്നത് ജിബ്രീൽ അലൈഹിസ്സലാമയാണ് വരുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മലർത്തിക്കിടത്തി നബിയുടെ നെഞ്ച് കീറി ഹൃദയം പുറത്തെടുത്ത് അതിൽ നിന്ന് ഒരിറച്ചി കഷ്ണമെടുത്ത് പുറത്തു കളയുകയും ഇത് പിശാചിൻ്റെ ഭാഗമാണ് എന്ന് പറയുകയും എന്നിട്ട് സ്വർണ്ണത്താലത്തിൽ സ്വർണ്ണപാത്രത്തിൽ വെച്ച് ഹൃദയം കഴുകി ശുദ്ധിയാക്കി തിരിച്ച് നെഞ്ഞിലേക്ക് തന്നെ വെച്ച് തുന്നിക്കൂട്ടുകയും ചെയ്തു എന്നും കാണാൻ സാധിക്കും. ഹലീമയും ഭർത്താവും ഈ സംഭവം അറിയുന്നത് കുഞ്ഞുങ്ങൾ വന്ന് പറയുമ്പോഴാണ്. കുട്ടികൾ വന്ന് പറയുന്നു, നമ്മുടെ കൂടെയുള്ള നമ്മുടെ മുഹമ്മദിനെ ആരോ വന്ന് കൊന്നുകളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് ഇവർ ബേജാറായി പ്രയാസപ്പെട്ടുകൊണ്ട് കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്തേക്ക് വരുന്നത്. അവിടെ വന്ന് നോക്കുമ്പോൾ വിവർണനായ മുഹമ്മദ് എന്ന ബാലനെയാണ് അവർ കാണുന്നത്. അവർ കുഞ്ഞിനെ വാരിയെടുക്കുകയും മോനെ നിനക്കെന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിക്കുകയും അപ്പോൾ ശരീരം മുഴുവൻ പരതി നോക്കിയിട്ടും പ്രത്യേകിച്ച് മുറിവോ ചതവോ രക്തമോ ഒന്നും അവർ കണ്ടില്ല. പക്ഷേ കുഞ്ഞ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് വിശദീകരിച്ചു, ഇങ്ങനെയൊക്കെയാണ് സംഭവം നടന്നത്. ആരോ വന്ന് എന്നെ പിടിച്ചു കൊണ്ടുപോയി മലർത്തി കിടത്തി ഹൃദയം കീറി നെഞ്ഞു കീറി ഹൃദയം പുറത്തെടുത്ത് കഴുകി എന്നൊക്കെയുള്ള സംഭവങ്ങൾ ഈ കുഞ്ഞും വിശദീകരിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ മദീനയിൽ ഒരുപാട് വർഷങ്ങൾ വേലക്കാരനായിരുന്ന നബിയുടെ വീട്ടിൽ ഭൃത്യനായിരുന്ന അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാറിൽ ഞാൻ ആ അടയാളം അഥവാ തുന്നിക്കൂട്ടിയ അടയാളം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന്. ചില ചരിത്രകാരന്മാർ ഈ സംഭവത്തെ അത്ര ആധികാരികമായി മനസ്സിലാക്കുന്നില്ല, അതിൻ്റെ സംഭവ്യതയെ ചോദ്യം ചെയ്യുന്നുണ്ട്. അതിൻ്റെ റിപ്പോർട്ടുകളെല്ലാം ചേർത്ത് വെച്ച് നോക്കുമ്പോൾ അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളും വൈരുദ്ധ്യങ്ങളും ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം നടന്നിരിക്കാൻ സാധ്യതയില്ല എന്ന് ചില പ്രഗത്ഭരായ ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. ആധുനികരായ ചരിത്രകാരന്മാരും അത്തരത്തിൽ ഉൾപ്പെടുന്നുണ്ട്. ഉദാഹരണത്തിന് ഹൈക്കൽ, ഈജിപ്തിലെ പ്രഗത്ഭ ചരിത്രകാരനായ ഹൈക്കൽ തൻ്റെ ഹയാത്ത് മുഹമ്മദ് എന്ന് പറയുന്ന പുസ്തകത്തിൽ ഈ സംഭവത്തിൻ്റെ സാധ്യതയും അദ്ദേഹം ചോദ്യം ചെയ്യുന്നുണ്ട്. പക്ഷെ സഹീഹായ ഹദീസുകളിൽ ഈ സംഭവം നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ വിശദീകരിക്കുന്നുണ്ട്. ഉദാഹരണമായി ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാഹു ജിബ്രീൽ വഹുവ യൽഅബു മഅൽ ഗിൽമാൻ. കുട്ടികളുമായി കളിച്ചുകൊണ്ടിരിക്കെ ജിബ്രീൽ അലൈഹിസ്സലാം നബിയുടെ അടുത്ത് വന്നു. ഫഅഖദഹു ഫസറഅഹു ഫശഖ അൻ ഖൽബിഹി.
എന്നിട്ട് നബിയെ എടുത്തുകൊണ്ടുപോയി തൻ്റെ നെഞ്ച് പിളർന്ന് അതിൽ നിന്ന് ഫസ്തഖ്റജ മിൻഹു, അതിൽ നിന്ന് ഹൃദയം പുറത്തെടുക്കുകയും ഫസ്തഖ്റജ മിൻഹു അലഖ, എന്നിട്ട് അതിൽ നിന്നൊരു മാംസം പുറത്തെടുത്ത് കളയുകയും ഫഖാല, എന്നിട്ട് ജിബ്രീൽ പറയുകയും ചെയ്തു, ഹാദാ ഹല്ലു ശൈത്വാനി മിൻക്, ഇത് നിന്റെ ശരീരത്തിലുള്ള ചെകുത്താൻ്റെ അംശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് ഒരു ഭാഗം, ഒരു മാംസക്കഷ്ണം അല്ലെങ്കിൽ ഒരു രക്തക്കഷ്ണം പുറത്തേക്കെടുത്ത് കളയുകയും ചെയ്തു എന്ന് കാണാം. സുമ്മ ഗസലഹു ഫീ തസ്തിം മിൻ ദഹബിൻ ബിമാഇ സംസം, സംസം വെള്ളം കൊണ്ട് അത് സ്വർണ്ണത്താലത്തിൽ വെച്ച് കഴുകി വൃത്തിയാക്കി എന്നൊക്കെ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന സഹീഹായ ഹദീസിൽ കാണാം. ഈ ഹദീസിൻ്റെ തന്നെ മറ്റൊരു റിപ്പോർട്ടിൽ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാറിൽ ഈ അടയാളം കണ്ടതായുള്ള റിപ്പോർട്ട് ഉദ്ധരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഅസൂമാണ്, പാപ സുരക്ഷിതനാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാപ സുരക്ഷിതത്വത്തെക്കുറിച്ച് നമുക്കൊരു സംശയവും ഉണ്ടാവേണ്ടതില്ല. പക്ഷെ എന്തിനാണ് ഇങ്ങനെ ഒരു ഭൗതികമായ ഹൃദയ ശുദ്ധീകരണം എന്ന് ചോദിച്ചാൽ, ഒരുപക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാനസികമായ ഹൃദയ ശുദ്ധീകരണത്തോടൊപ്പം തന്നെ ഭൗതികമായ അർത്ഥത്തിലും നബിയുടെ ഹൃദയം ശുദ്ധീകരിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാകാം. അല്ലാഹു ആലം. എന്തായിരുന്നാലും ഈ സംഭവത്തോടു കൂടി ഹലീമയും ഭർത്താവ് ഹാരിസും വല്ലാതെ ഭയപ്പെടുകയുണ്ടായി. ഇനിയും കുഞ്ഞിനെ ഇവിടെ വളർത്തുന്നത് ഒരുപക്ഷെ വലിയ പ്രയാസം സൃഷ്ടിക്കും, വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും, വലിയ റിസ്ക്കാണ് എന്നവർ മനസ്സിലാക്കി അവർ നേരെ കുഞ്ഞിനെ തിരിച്ച് മക്കയിൽ കൊണ്ടുവന്ന് ആമിനയുടെ അടുത്ത് ഏൽപ്പിക്കുന്നു. ആമിനയാണെങ്കിൽ അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ കുഞ്ഞിനെ കുറച്ചു കാലം കൂടെ നിങ്ങളുടെ കൂട്ടത്തിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് ഇപ്പോഴെന്താണ് പെട്ടെന്ന് തന്നെ നിങ്ങൾ പറഞ്ഞ കാലമൊന്നും ആകുന്നതിന് മുമ്പേ തിരിച്ചു കൊണ്ടുവന്നത് എന്നുള്ള സംഭാഷണത്തിനിടയിൽ അവർ പല കാര്യങ്ങളും വിശദീകരിക്കുന്നുണ്ട്. ഞങ്ങൾ വരുന്ന വഴി ഒരു ക്രിസ്തീയ പുരോഹിതൻ കുഞ്ഞിനെ കണ്ടു, ഇവൻ സാധാരണ ബാലനല്ല, അസാധാരണ ബാലനാണെന്ന് പറഞ്ഞു, അവൻ പ്രവാചകനാകാൻ പോകുന്നവനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് ഭീതിയായി എന്ന ഒരു കാര്യം അവർ വിശദീകരിച്ചു. അതോടൊപ്പം തന്നെ ഇങ്ങനെ മലക്ക് വന്ന് ഈ കുഞ്ഞിൻ്റെ നെഞ്ച് പിളർന്ന് ഹൃദയം പുറത്തെടുത്ത് കഴുകി വച്ച ഈ കാര്യവും അവർ ആമിന ബീവിയോട് പറയുകയുണ്ടായി, ഹലീമയും ഭർത്താവ് ഹാരിസും. അപ്പോൾ ആമിന അവരെ സമാധാനിപ്പിക്കുകയാണ്, നിങ്ങളൊരു പേടിയും പേടിക്കേണ്ടതില്ല, എൻ്റെ മകൻ ഒരു അസാധാരണ ബാലനാണ്, അവൻ്റെ കാര്യത്തിൽ നിങ്ങൾക്കൊരു ബേജാറും വേണ്ടതില്ല. കാരണം ഞാൻ അവനെ ഗർഭം ചുമന്നുകൊണ്ടിരിക്കുകയും അതുപോലെ തന്നെ പ്രസവിച്ച സമയത്തും ഒരു പ്രകാശം എന്നിൽ നിന്ന് പുറപ്പെട്ട് അത് ഷാമിൻ്റെ അതിർത്തി വരെ എത്തുന്ന തരത്തിൽ പോകുന്നതായി ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട് എന്ന് ഉമ്മ പറയുന്നുണ്ട്. ഖറജ മിന്നി നൂറുൻ അലാ അലി ഖുസൂറ ബുസ്റ മിൻ അർളി ഷാം, എന്നിൽ നിന്നൊരു പ്രകാശം അങ്ങ് പുറപ്പെട്ട് അത് ഷാമിൻ്റെ അതിർത്തിയിലുള്ള കൊട്ടാരത്തിൽ വരെ ചെന്നെത്തുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട് എന്ന് ഉമ്മ വിശദീകരിക്കുന്നുണ്ട്. എന്തായിരുന്നാലും ഹലീമയെയും ഹാരിസിനെയും അവർ സമാധാനിപ്പിച്ച് പറഞ്ഞയക്കുകയാണ്. കുഞ്ഞിനെ ഞാൻ തന്നെ നോക്കി ഇനി വളർത്തിക്കൊള്ളാം എന്നും അവരുടെ സേവനത്തിന് നന്ദി പറയുകയും തക്കതായ പ്രതിഫലം നൽകി അവരെ പറഞ്ഞയക്കുകയുമായിരുന്നു ആമിന ബീവി ചെയ്തത്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി വളരുന്നത് 4 വയസ്സിന് ശേഷം വളരുന്നത് ഉമ്മയുടെ കൂടെയാണ്, ഉമ്മയുടെ അടുത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുകയാണെങ്കിൽ അടുത്ത ക്ലാസ്സിൽ അതിൻ്റെ വിശദീകരണങ്ങൾ നമുക്ക് നൽകാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.